എൻ്റെ പേര് ഇഷാൻ, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻ്റെ ഡൗട്ട് ഈ ഡോപ്പമിൻ ദേഹത്ത് കൂടുമ്പോഴാണ് ഈ ക്യാൻസർ വരുന്നത്. ഡോപ്പമിൻ അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഡോപ്പമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പോൾ സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടിയിട്ടാണ് ഡോപ്പമിൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അത് റിലീസാവുന്നത് ഈ ക്യാൻസർ സെല്ലിൻ്റെ എല്ലാവരിലും ക്യാൻസർ സെൽസ് ഉണ്ട്. അതിൻ്റെ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഗ്രോത്ത് ആകുമ്പോഴാണ് ഈ ക്യാൻസർ എന്നുള്ള രീതിയിൽ വരുന്നത്. അല്ലാതെ ഡോപ്പമിൻ അതിനകത്ത് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. പേര് പറഞ്ഞിരുന്നോ മോനെ? പേര് ഇഷാൻ. യെസ്, ഓക്കെ. അടുത്ത ചോദ്യം. ലൈഫ് സർവൈവേഴ്സിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിക്കുകയാണോ? ജസ്റ്റ് ഒരു കഥ പറയാം നിങ്ങൾക്ക്. ഈ ലഹരിയുടെ ഈ കെണിയിൽ വീഴുന്നതിനെ കുറിച്ചൊരു ഒരു ചെറിയ കഥയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ എലിപ്പെട്ടി ഉണ്ടാവുമല്ലോ. എലിപ്പെട്ടി ഉണ്ടാ? എലിപ്പെട്ടി കാണാത്ത ആരുമില്ലല്ലോ അതിനകത്ത്. ഉണ്ടാ? അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എലിപ്പെട്ടി? എലിയെ പിടിക്കാനാണല്ലേ. അപ്പോൾ സാധാരണ നമ്മുടെ അച്ഛനോ അമ്മയോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇത് എലിപ്പെട്ടി ഒരുക്കുക എന്ന് പറയും അല്ലേ. അവരെന്ത് ചെയ്യും? സാധാരണ എന്തുവാ എലിപ്പെട്ടിക്കകത്ത് എന്തുവാ വെക്കുന്നത്? കപ്പയായിരിക്കും അല്ലേ. മിക്കവരും കപ്പയായിരിക്കും വെക്കുന്നത്. അപ്പം ചില അച്ഛന്മാരെന്ത് ചെയ്യുമെന്നറിയോ? ഈ എലിയെ ഒന്ന് ഡോപ്പമിൻ കൂട്ടണം അല്ലേ. എലിയുടെ ഡോപ്പമിൻ്റെ അളവ് കൂട്ടണം. അതിനെന്ത് ചെയ്യുമെന്നറിയോ? ഈ എലിപ്പെട്ടി തുറന്നു വെക്കും. എന്നിട്ട് ഈ എലിപ്പെട്ടിയുടെ വെളിയിലേക്ക് ഒരു 3-4 കഷ്ണം കൂടെ എന്ത് ചെയ്യും? വെക്കും അല്ലേ. കപ്പ എന്ത് ചെയ്യും? കപ്പയുടെ ചെറിയ കഷ്ണങ്ങൾ വെക്കും. അതിൻ്റെ അകത്ത് ഒരു ഹുക്കുണ്ടല്ലേ. ഒരു ഹുക്കുണ്ട്. ആ ഹുക്കിൽ വലിയൊരു പീസായിരിക്കും ഇരിക്കുന്നത്. വലിയൊരു കപ്പയുടെ പീസായിരിക്കും ഇരിക്കുന്നത്. അപ്പം എലി എന്ത് ചെയ്യും? എലി ഇങ്ങനെ കറങ്ങി, നമ്മളെല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരുമ്പോൾ നോക്കുമ്പോൾ എന്തിരിക്കുന്നു? ഒരു കപ്പ കഷ്ണം ഇരിക്കുന്നല്ലേ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും? ഈ കപ്പ കഷ്ണം എടുക്കും ഇല്ലേ. രണ്ടാമത് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ അടുത്തതിരിക്കുന്നു ഇല്ലേ. പിന്നെയും കുറച്ചും കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ അടുത്തതിരിക്കുന്നു. അങ്ങനെ എടുത്തെടുത്തെടുത്ത് അവസാനം അകത്ത് എലി ചെല്ലും. അപ്പോൾ വലിയൊരു പീസാണ് അതിനകത്ത് ഇരിക്കുന്നത് അല്ലേ. അതിൽ കടിക്കുമ്പോൾ എന്തു പറ്റും? ഇത് അടഞ്ഞു പോവും ഇല്ലേ. അടഞ്ഞു പോവും. ഇതുപോലെയാണ് ലഹരി. അതായത് അതിന് ഒറ്റ വാതിലേ ഉള്ളൂ. ആദ്യം ഒരു തവണ എടുത്ത്, രണ്ടാമത് അടുത്തതെടുത്ത്, മൂന്നാമത് അടുത്തെടുത്ത്, അല്ലെങ്കിൽ 4-മതോ 5-മതോ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ആ കെണിയിലേക്ക് വീണു പോവും. പിന്നെ ഒരു തിരിച്ചു വരവുണ്ടാ? പിന്നെ അച്ഛൻ രാവിലെ എണീറ്റിപ്പിക്കുമ്പോൾ എന്താ ചെയ്യുന്ന? എന്ത് ചെയ്യണം? ഈ എലിപ്പെട്ടിക്കകത്ത് കിടക്കുന്ന എലിയെ എന്ത് ചെയ്യും? അച്ഛൻ എന്ത് ചെയ്യും? ഒച്ചത്തിപ്പറ. അച്ഛൻ എന്ത് ചെയ്യും? കൊല്ലും. അപ്പം ചില അച്ഛന്മാരുണ്ട്, പലതരത്തിലുള്ള അച്ഛന്മാരുണ്ട്. സാധാരണ എലിയെ കൊല്ലുന്നത് എങ്ങനെയാ? ഈ എലിപ്പെട്ടി നേരെ വെള്ളത്തിൽ കൊണ്ട് മൂക്കി പിടിക്കും ഇല്ലേ. അപ്പം ഇങ്ങനെ കൊമള വരും. കൊമള വരുന്ന കഴിയുമ്പം ചെറുതായിട്ട് നിൽക്കുമ്പോൾ ഒന്ന് പൊക്കി നോക്കും. അപ്പം ചെറിയ ജീവൻ കാണും അല്ലേ. അപ്പം എന്ത് ചെയ്യും? പിന്നെയും മുക്കും ഇല്ലേ. അങ്ങനെയാണ് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നത്? ഈ എലിയെ കൊല്ലുന്നത് അല്ലേ. ചില അഡ്വഞ്ചറസ് ആയിട്ടുള്ള അച്ഛന്മാരുണ്ട്. അതായത് ഇതിൻ്റെ വാതിൽ തുറന്നു വെക്കും, എന്നിട്ട് തല്ലിക്കൊല്ലാൻ നോക്കും. ചില ക്രൂരന്മാരായിട്ടുള്ള അച്ഛന്മാരുണ്ട്. ഈ കമ്പി, അത് ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലേ, ഇതിനകത്തൂടെ കമ്പി വെച്ച് കുത്തി ഇതിനെ കൊല്ലാൻ നോക്കും. ഈ എലിയുടെ വിധി എന്താണ്? അത് എങ്ങനെയാണ് ചാകുന്നതെന്ന് മാത്രമേ ഇനി അറിഞ്ഞാൽ മതി അല്ലേ. അതുപോലെ തന്നെയാണ് ലഹരിയുടെ ഉപയോഗം. നിങ്ങൾ ഓരോ തവണ എടുക്കും തോറും നിങ്ങൾ നേരെ നേരെ പോകുന്നത് എങ്ങോട്ടേക്കാ? വലിയൊരു കെണിയിലേക്കാണ് പോകുന്നത്. ആ കെണിയിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഇല്ല. പിന്നെ ലാസ്റ്റ് നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? മരണമായിരിക്കും. മനസ്സിലായ? സാധാരണഗതിയിൽ ഈ ലഹരി ഉപയോഗിക്കുന്നവരിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? മണിച്ചിത്രത്താഴ് സിനിമ കണ്ടിട്ടുണ്ടോ? എല്ലാവരും കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ശോഭനയ്ക്കൊരു അസുഖം വരും അല്ലേ. അതിനകത്തൊരു പേര് പറയും. മോഹൻലാൽ ഒരു പേര് പറയും. എന്ത് പേരാ പറയുന്ന? എന്താ
ആ സൈക്കോസിസ്. അതായത് സൈക്കോസിസ് എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ കഴിഞ്ഞ തവണ ഒരു 21 വയസ്സുള്ള ഒരു പയ്യനെ പിടിച്ചായിരുന്നു. അവൻ ഈ ഒപ്പിയോയിഡ്സ് ഉപയോഗിക്കുന്ന ആളാണ്. ഒപ്പിയോയിഡും അതുപോലെ സിന്തറ്റിക് ഡ്രഗൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അവൻ്റെ മുറിയിൽ അവൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ പറയുന്നത് മുറിക്കകത്ത് വേറെ 2 പേരുണ്ട്. ആ 2 പേര് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് നമ്മളോട് വന്ന് പറയുന്ന. പക്ഷേ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ആ മുറിയിൽ വേറെ ആരുമില്ല. പക്ഷെ ഇവൻ പറയുന്നത് അവൻ അപ്പോൾ എന്താണ് ഈ സൈക്കോസിസിലേക്ക് മാറി ഹാലൂസിനേഷൻ വരും. അതായത് ഇല്ലാത്തത് ഉണ്ടെന്ന് തോന്നും. ആരുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അടുത്ത് ആരെയും കാണാനും വേല. പക്ഷെ നിങ്ങളുടെ ചെവിയിൽ ഒരാൾ വന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നും? എന്തു തോന്നും? പേടി തോന്നും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടും അല്ലേ? പതുക്കെ പതുക്കെ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും. ലഹരി ഉപയോഗിക്കുന്ന മിക്കവരും ലാസ്റ്റ് ഡിപ്രഷനിലേക്ക് പോയി സൂയിസൈഡിലേക്കാണ് ചെന്നെത്തുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കേണ്ട എന്തുവാ? നിങ്ങൾക്ക് 20 വയസ്സിനുള്ളിൽ മരിക്കണം. 20 വയസ്സിനകത്ത് മരിക്കുന്ന ആഗ്രഹമുള്ളവരാണോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും? ആണോ? എല്ലാവർക്കും ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കണം അല്ലേ? ഇവിടെ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ആരാ? പ്രായമുള്ളവരാണോ? അപ്പം നിങ്ങൾ ടീനേജേഴ്സാണ് നമ്മുടെ രാജ്യത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകേണ്ടത്. അപ്പം നിങ്ങളെയാണിത് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്താണ്? നോ പറയേണ്ടടുത്ത് നോ പറയണം. ഓക്കെ, താങ്ക് യു സർ. ഒരു ചോദ്യം. സാർ, ഞാനൊക്കെ കുട്ടിക്കാലം തൊട്ട് ലഹരിക്കെതിരെ പൊരുതുക എന്ന് കേട്ട് വളർന്നൊരു തലമുറയിലുള്ളൊരു വ്യക്തിയാണ്. സാറിനോട് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ തുഫാൻ, ഓപ്പറേഷൻ തണ്ടർ തുടങ്ങിയ ഒരുപാട് ഓപ്പറേഷൻസ് നടന്നു വരുന്നു. അതിനനുസരിച്ച് ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണവും കൂടി വരുന്നു. എവിടെയാണ് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ലൂപ്പ് ഹോൾ, എന്തെങ്കിലും കുറവ് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് എന്തെങ്കിലും ഉണ്ടോ? അതായത് വളർന്നു വരികയാണല്ലോ, നിങ്ങളുടെ ഓപ്പറേഷൻസ് കൂടുന്നതിനനുസരിച്ച് അപ്പുറത്തെ സൈഡിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണവും കൂടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നൊരു പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇത് ഞാൻ നേരത്തെ നിങ്ങളോട് സംസാരിച്ചൊരു വിഷയമാണ്. നമ്മൾ എല്ലാത്തിൻ്റെയും പ്രശ്നം നമ്മൾ ഈ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. പണ്ടത്തെ കാലത്ത് മദ്യപിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോഴത്തെ കുട്ടികളെ എന്തു ചെയ്യും? അമ്മമാർ കഞ്ചാവാണെന്ന് പറയും അല്ലേ? ഇയാൾ ഈ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇത് ഉപയോഗിച്ചാണ് ഉറപ്പല്ലേ? അന്നത്തെ കാലത്ത് കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ പറയപ്പെടുന്ന മദ്യം. അയാൾ അതിനടിമയാണ്. ആ വ്യക്തിയാണ് ഇപ്പോൾ ഉള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നെന്ന് പറയുന്നത്. അയാളെ ഈ കാലഘട്ടത്തിൽ പ്ലേസ് ചെയ്താൽ അയാൾ ആരായി മാറും? അപ്പോൾ യഥാർത്ഥത്തിൽ കാലഘട്ടത്തിൻ്റെ ചേഞ്ചസ് എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. ഇത് ഏറ്റവും ഗുരുതരമായി ബാധിച്ചത് കുട്ടികളെയാണ്. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫാമിലിയാണ്. ഈ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്കൊരു ട്രോമ തരുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ നിങ്ങളുടെ പേരൻസാണ് അല്ലേ? അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അച്ഛനും അമ്മയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഫ്രണ്ടെങ്കിൽ നിങ്ങൾ കരുതുക, ദേ ശ്രദ്ധിക്കണേ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ്, നമ്മുടെ തല പോകുന്ന കേസാണെങ്കിലും നമുക്ക് ആദ്യം പറയാൻ തോന്നുന്നത് നമ്മുടെ അച്ഛനോടോ അമ്മയോടോ ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ ആദ്യം എന്ത് വേണം? ആ കുടുംബത്തിൽ എന്ത് വേണം? സമാധാനം വേണം അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അച്ഛനും അമ്മയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ഇത് ഉള്ളവരാണോ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും? ആണോ? കമ്മ്യൂണിക്കേഷൻ ഉള്ളവരാണോ? ക്വാളിറ്റി ടൈം നമ്മുടെ പേരൻസുമായിട്ട് വേണം. അത് നിങ്ങൾ വിചാരിച്ചാൽ മാത്രം പറ്റുമോ? അതിനാരും കൂടെ വേണം, നമ്മുടെ പേരൻസും കൂടെ. അപ്പം നിങ്ങൾ വീട്ടിൽ ചെന്ന് നിങ്ങൾ പറയേണ്ടത് എന്തുവാ? നിങ്ങളുടെ കുഞ്ഞു ബ്രെയിനാണ്. ഈ ബ്രെയിനിനെ പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യും. ക്യൂരിയോസിറ്റി അല്ലേ? ഒരെണ്ണം അറിയാനുള്ള ക്യൂരിയോസിറ്റി അത് ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങളുടെ ടീനേജിലും ഞങ്ങൾക്കതുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ മോശക്കാരാണ്, ഞങ്ങൾ നല്ലവരാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പക്ഷെ ആ കാലഘട്ടവും ഈ കാലഘട്ടവും തമ്മിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് കടുത്ത മദ്യപാനി ഇപ്പോൾ ഉള്ള ഇങ്ങനെയുള്ള കുട്ടികളെ മോശമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അയാളെ ഈ കാലഘട്ടത്തിൽ കൊണ്ട് പ്ലേസ് ചെയ്താൽ അയാൾ എന്തായി മാറും? ഇതിനടിമയായി തന്നെ മാറും. പിന്നെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ജെനറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യും. ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഷുഗർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് വരാൻ സാധ്യതയുണ്ട്? ഷുഗർ വരാൻ സാധ്യതയുണ്ട്. അതുപോലെയാണ് ഹൈപ്പർ ടെൻഷൻ. നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും
നിങ്ങളുടെ അച്ഛൻ്റെ കുടുംബത്തിലോ നിങ്ങളുടെ അമ്മയുടെ കുടുംബത്തിലോ ആർക്കെങ്കിലും ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവരെ അതൊക്കെ എന്താണ്, ജനറ്റിക്സ് ആണ്, അത് നമ്മുടെ കൈ നിൽക്കത്തില്ല. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ അപ്പൂപ്പനോ അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ ഫാമിലിയിലോ അമ്മൂമ്മയുടെ ഫാമിലിയിലോ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അഡിക്ഷൻ, ലഹരിയുടെ അഡിക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിച്ച് തുടങ്ങിയാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ എന്തിലേക്ക് പോവും? അഡിക്ഷനിലേക്ക് പോവും. അതൊരു കാരണമാണ്. അപ്പോൾ ഏതൊക്കെ കാരണമാണ്? ഒന്ന് ജനറ്റിക്സ്, രണ്ടാമത്തെ കാരണം ഈ ചെറുപ്രായത്തിലെ ഉപയോഗം തുടങ്ങുമ്പോൾ, അതായത് 25 വയസ്സിന് താഴെ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു ബ്രെയിനൊരു പ്രശ്നമുണ്ട്, ന്യൂറോ പ്ലാസ്റ്റിസിറ്റി ഉള്ളതുകൊണ്ട് ഇത് അഡാപ്റ്റ് ആവും. അപ്പം നിങ്ങളുടെ ബ്രെയിൻ അങ്ങനെ ഒരു പ്രശ്നം വരാം. പിന്നെ ADHD ഉള്ള കുട്ടികളില്ലേ, ADHD ഉള്ള കുട്ടികൾ അവർ ഭയങ്കര കഴിവുള്ള കുട്ടികളാണ്. പക്ഷേ അങ്ങനെയുള്ള കഴിവുള്ള കുട്ടികളിലും എന്ത് ചെയ്യാം, ഈ തുടക്കം ലഹരിയുടെ ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ നേരെ എങ്ങോട്ടേക്ക് പോവും? അഡിക്ഷനിലേക്ക് പോവും. പിന്നെ സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഈ 2 കാര്യങ്ങൾ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ചിലർ ഇത് ഉപയോഗിക്കാൻ തുടങ്ങും. അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകത്തില്ലേ? റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകുന്ന സമയത്ത് അവരെ ആശ്രയിക്കുന്ന എന്തിനെയായിരിക്കും? ഈ പറയുന്ന പ്രധാനമായിട്ട് ആൺകുട്ടികൾ. അപ്പം പിന്നെ ഭയങ്കര ഒരു പ്രശ്നം, ഇപ്പം ഭയങ്കര അലാമിങ് ആയിട്ട് എന്ത് വരുന്നുണ്ട്? പെൺകുട്ടികളും എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര അലാമിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അത് പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഒന്നും ഇത് കിട്ടത്തില്ല അല്ലേ? ഇത് എവിടുന്ന് വരുന്നേ? മെയിനായിട്ട് സിന്തറ്റിക് ഡ്രഗുകളൊക്കെ വരുന്നത് ബാംഗ്ലൂർ പോലുള്ള സ്ഥലം. നിങ്ങൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമ കണ്ടവരല്ലേ എല്ലാവരും? കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ കാണിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ബാംഗ്ലൂർ ബേസ് ചെയ്ത് നമ്മുടെ നൈജീരിയയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അവിടെ അവരെന്ത് ചെയ്യും? ലാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മെയിനായിട്ട് ഈ സിന്തറ്റിക് ഡ്രഗൊക്കെ വരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ്, അല്ലാതെ മറ്റ് കാര്യങ്ങൾ വരുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. അപ്പം ഇവരെന്തുകൊണ്ടാണ് ഇവിടെ കൊണ്ട് ഇത് ചെയ്യുന്നത്? എന്തിനാണ് ഇവിടെ കൊണ്ട് ഇറക്കുന്നത്? അവരുടെ പ്രോഡക്റ്റ് എന്തിനാണ് ഇവിടെ ഇറക്കുന്നത്? അങ്ങനെയല്ല, അതിനകത്തൊരു എക്കണോമിക് ഭാഗം കൂടെ ഉണ്ട്. അവർക്ക് വരുമാനം കിട്ടാനാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലോകത്ത് ലഹരി ഇല്ലാത്തൊരു ലോകം നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ? ലഹരി ഇല്ലാത്തൊരു ലോകം ആരും എന്ത് ചെയ്യണ്ട? സ്വപ്നം കാണണ്ട. അങ്ങനെ ഒരു സാധനം ഇല്ല, അങ്ങനെ ഉണ്ടാവത്തില്ല. ആവശ്യക്കാരുള്ളിടത്തോളം കാലം ഇവിടെ ഉണ്ടാവും. നിങ്ങളുടെ കൈയെത്തുന്ന ദൂരത്ത് ലഹരി ഉണ്ടാവും. പക്ഷെ ആരും മേടിക്കുന്നില്ലെങ്കിൽ, ഉപയോഗിക്കുന്നില്ലെങ്കിൽ അവർ പിന്നെ ഈ സാധനം ഇവിടെ വിറ്റിട്ട് കാര്യമുണ്ടോ? അവർ ഓട്ടോമാറ്റിക്കലി എവിടുന്ന് പോവും? നമ്മുടെ കേരളത്തിൽ നിന്ന് പോവും, ഉറപ്പല്ലേ? അല്ലാതെ ഒരു സാധനം, നമ്മളൊരു പ്രോഡക്റ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, മേടിക്കാൻ ആരുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ആ പ്രോഡക്റ്റ് ഇവിടുന്ന് പോവും. ഇത് മാത്രമേ ഒരു പരിഹാരമുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എക്സൈസിനോ പോലീസിനോ 100% ഇത് എൻഫോഴ്സ്മെൻറ്റിലൂടെ പിടിച്ചു കെട്ടാന്ന് പറയുന്നുണ്ടോ? ഇത് വളരെ രഹസ്യമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. 2 പേര് നടത്തുന്ന ഒരു പ്രോസസ്സാണ്. ഇത് ഞങ്ങളറിയുന്നത് ആരെങ്കിലും ഒന്ന് ചോർത്തി തരുമ്പോഴാണ്. അല്ലാതെ നിങ്ങൾ 2 മാത്രം അറിഞ്ഞൊരു കാര്യം ചെയ്യുമ്പോൾ മൂന്നാമതൊരാൾ അറിയുക. ഇത് അവരിൽ നിന്ന് ലീക്കാവുമ്പോൾ മാത്രമേ ഞങ്ങളിലേക്ക് എത്തുന്നുള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തിലുള്ള ലഹരിയുടെ 10% മാത്രമേ ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി 90% നിങ്ങളുടെ കയ്യെത്തുന്ന ദൂരത്ത് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പ്രായത്തിൽ നിങ്ങളെ ബോധവൽക്കരിക്കുക ചെയ്യുന്ന. ഇതിനകത്ത് പെട്ടുപോയ ഒരാളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പിടിച്ച 2 കുട്ടികളുണ്ട്. 21 വയസ്സേ ഉള്ളൂ. അവൻ്റെ കിഡ്നിയും പോയി, ലിവറും പോയി. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, സാറേ ഇനി എന്നെ എന്തിനാണ് പിടിക്കുന്ന, ഞാൻ 2 കൊല്ലം കൂടെ ജീവിച്ചിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അവൻ ഒപ്പിയോയിഡ്സ് ഉപയോഗിക്കുന്ന ആളായിരുന്നു. പിന്നെ സെയിം സിറിഞ്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിയും കൂടെ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി അറിയാമല്ലോ, ചികിത്സയില്ല, കണ്ടിന്യൂസ് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് കിഡ്നി പോയിട്ടുണ്ട്. ഒരു 2 കൊല്ലം കൂടെ ജീവിച്ചിരിക്കത്തുള്ളൂ. അപ്പം 23-ാമത്തെ വയസ്സിൽ ഈ 2 പേരും മരണപ്പെട്ടു പോകും. നിങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടെത്തിക്കുന്നത്? ഞാൻ നേരത്തെ ഒരു ബെയ്റ്റിൻ്റെ കഥ പറഞ്ഞില്ലേ, എലിയുടെ, അതായത് എലിപ്പെട്ടിയിലേക്ക് എലി കയറുന്ന പോലെയാണ്. അതിനൊറ്റ വഴിയുള്ളൂ, കയറാൻ മാത്രമേ വഴിയുള്ളൂ. തിരിച്ചിറങ്ങാൻ വഴിയുണ്ടോ? ഇല്ല. കയറിപ്പോവും, പക്ഷേ തിരിച്ച്
ഇറങ്ങത്തില്ല. അത് നമ്മുടെ കുഴപ്പമല്ല, നമ്മുടെ ബ്രെയിൻ അഡാപ്റ്റായി ചേഞ്ച് ആകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കണം. അതിന് നിങ്ങളും ഒരു കാരണക്കാരാണ്, നിങ്ങളുടെ പേരൻസും ഒരു കാരണക്കാരാണ്. ക്വാളിറ്റി ടൈം നമ്മുടെ പേരൻസുമായിട്ട്, നമുക്ക് തല പോകുന്ന കേസും നമ്മുടെ പേരൻസിനോട്ട് ഷെയർ ചെയ്യാൻ അതിന് പേരൻസ് നമുക്കങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുമോ? എപ്പോഴേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ അവർ നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സായി മാറിയാൽ മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളല്ലെങ്കിൽ ആരോട് പോയി ഷെയർ ചെയ്യും? നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പോയി ഷെയർ ചെയ്യും. അവർ തരുന്ന ഫീഡ്ബാക്കോ ഒരു സൊല്യൂഷനോ എപ്പോഴും എന്താകണമെന്നില്ല, കറക്റ്റ് ആയിരിക്കണമെന്ന് ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് കുടുംബ ബന്ധങ്ങളിലേക്ക് തിരിച്ചു പോകണം. ഞങ്ങളുടെ ടൈമിൽ ഞങ്ങൾക്ക് CCTV ഇല്ലായിരുന്നു. ഞങ്ങളുടെ CCTV ആരാന്നറിയോ? വീട്ടിൽ 2 പേരുണ്ട്, വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്ന 2 പേര്. ഇപ്പം വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുക. അവർ ആരാന്നറിയോ? അപ്പൂപ്പനും അമ്മൂമ്മയും. അവരായിരുന്നു ഞങ്ങളുടെ CCTV. നമ്മളെങ്ങോട്ട് തിരിഞ്ഞാലും അവരുടെ കണ്ണിപ്പെടും. അവരിപ്പോൾ ആര് വരുമ്പോൾ പറഞ്ഞു കൊടുക്കും, അച്ഛൻ വീട്ടിൽ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും. പിന്നെ തല്ലുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ടീച്ചർമാർ. ഇപ്പോഴത്തെ ടീച്ചർമാരൊക്കെ തല്ലുവോ? എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നല്ല തല്ല് കിട്ടുമായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ അടിച്ചു പൊട്ടിക്കും, തുടയൊക്കെ അടിച്ചു പൊട്ടിക്കും. അപ്പം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞുനാളായിരിക്കുമ്പോൾ നമ്മുടെ അമ്മയായിരിക്കും നമ്മളെ കുളിപ്പിക്കുന്ന. അപ്പം നമ്മൾ ഈ അടി കിട്ടിയ കാര്യം വീട്ടിൽ പറയത്തില്ല. എന്താ കാരണം? എന്താണെന്നറിയോ കാരണം? എന്താണ് വീട്ടിൽ പറയാത്തതിൻ്റെ കാരണം? കാരണം എന്താണെന്നറിയോ? അടി കിട്ടിയെന്ന് പറഞ്ഞാൽ ആ അടി കിട്ടിയ സ്ഥലത്ത് വീട്ടിൽ നിന്ന് അടി കിട്ടും, അമ്മ തല്ലും. നീ ഏതെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടായിരിക്കും സാറ് തല്ലിയെന്ന് പറയും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല സ്ഥിതി. ഇപ്പം നേരെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ടീച്ചർ ജയിലിലും ആവും. അതുകൊണ്ട് ടീച്ചർ എന്ത് ചെയ്യത്തില്ല, നിങ്ങളെ ഗുണദോഷിക്കാനൊക്കെ വരാറുണ്ടോ? അല്ല തല്ലാറുണ്ടോ? ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തല്ലി പഠിപ്പിക്കണമെന്നല്ല കേട്ടോ. തല്ലി പഠിപ്പിച്ചാലൊന്നും നന്നാവത്തൊന്നുമില്ല. നമ്മൾ അവരുമായിട്ട് എന്ത് ചെയ്യണം? നല്ലൊരു ഫ്രണ്ട്ലി ബന്ധങ്ങളുണ്ടാകണം, കോൺവെർസേഷൻ ഉണ്ടാകണം. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങളെ കേൾക്കാൻ ഒരാളില്ലാത്തതുകൊണ്ടാണ്. കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൊന്നും പോയി വീഴത്തില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.